എന്ത് പറ്റി? എന്ത് പറ്റി? എന്തിനാ ഗുർഗുറൊന്ന് ചെയ്യുന്നത്? ഈ ഷോപ്പിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? അകത്ത് ആരുണ്ടെന്ന് തോന്നുന്നു. നമുക്കിപ്പോ തന്നെ നോക്കാം. ഇയാൾ മോഷിച്ചോണ്ട് പോവാണ്. വരൂ, നമുക്ക് പോയി നോക്കാം. രവ, എത്രയും പെട്ടെന്ന് ലഡു സിംഗ് സാറിനെ വിളിക്ക്. ഓക്കേ ശിവ. ലഡു സിംഗ് സ്പീക്കിംഗ്. എന്ത്? എന്റെ പരിധിയിൽ മോഷണമോ? എന്തായി പറയുന്നത്? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ഓക്കേ, ഞാൻ ഇപ്പൊ തന്നെ എത്തിക്കോളാം. നിർത്ത്. ഏടാറാം തന്നോട് പറഞ്ഞത് വണ്ടി നിർത്താൻ. വണ്ടി നിർത്ത്. എവിടെ പോയി? എവിടെ പോയി ആ കള്ളൻ? അങ്ങോട്ട് പോയി. അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ. ഏടാറാം വിട്ടോ. നമുക്ക് ഇപ്പൊ തന്നെ ആ കള്ളനെ ഫോളോ ചെയ്യണം. വെയിറ്റ് ചെയ്യാനൊന്നും ഇപ്പൊ സമയമില്ല. ഏടാറാം വേഗം വണ്ടി വിട്. ഇവിടെ റോഡും ഇല്ല, പിടുത്തം കിട്ടാൻ സ്ഥലവും ഇല്ല. പിന്നെ എങ്ങനെ നമ്മുടെ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ സാധിക്കും? പതുക്കെ പതുക്കെ. കുഴപ്പമൊന്നും പറ്റില്ലല്ലോ.
ശിവ, ഞങ്ങള് രക്ഷപ്പെട്ടു. ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. പക്ഷെ ആ കള്ളൻ രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞല്ലോ. ലഡ്ഡു സിംഗിന്റെ കയ്യിന് നല്ല വലിപ്പമുണ്ട്. അതുകൊണ്ട് അവന്മാർക്ക് എന്റെ ഇത് രക്ഷപ്പെടാൻ കഴിയില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. മോഷ്ടിക്കാൻ വരുന്ന സമയത്ത് അവിടെ മോഷ്ടിക്കരുതേ, ലഡ്ഡു സിംഗ് വരുന്നു പറയുന്നു. അങ്ങനെ കള്ളം പേടിച്ച് നല്ലവനായി മാറുന്നു. അഥവാ ലഡ്ഡു സിംഗ് വന്നില്ലെങ്കിൽ എന്തായതിനെ കഥ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ ഇത്? സാറേ, സാറിന്റെ പേര് മാത്രല്ല, സാറിന്റെ ഡയലോഗും ഒരുപാട് ഫേമസ് ആയിട്ടുണ്ട്. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യരുത്. ആ കള്ളൻ ശരിക്കും ഒരു ജോക്കറിനെ പോലെയുണ്ട്. അതിനർത്ഥം അവൻ സർക്കസിൽ നിന്ന് വന്നവനായിരിക്കും. ഇപ്പൊ നമ്മുടെ നഗരത്തിൽ ഒരു സർക്കസും കളിക്കുന്നുണ്ടല്ലോ, പ്ലാനറ്റ് സർക്കസ്. കള്ളൻ ആ സർക്കസിൽ നിന്ന് വന്നവനായിരിക്കും. വരൂ സർ, നമുക്ക് അവിടെ ചെന്ന് ഒന്ന് അന്വേഷിക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ജോക്കറായ ഗുങ്കുരുവും പിന്നെ കൂട്ടുകാരും. രേവ, നിങ്ങൾ ഇത് നോക്കി ഇവിടെ നിൽക്കൂ. ഞാൻ അവിടെ പോയി ആ ടെന്റില് ജോക്കറിന്റെ മുറി ഒന്ന് നോക്കിട്ട് വരട്ടെ. ഓക്കെ ശിവ. ഇതെന്താ ഇത്? റേവനോട് പറഞ്ഞു നീ ജോക്കറിന്റെ ടെന്റ് അന്വേഷിക്കാൻ പോയിരിക്കാന്ന്. അതെ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നീ വെറുതെ ചെന്ന ആപത്തിലൊന്നും ചാടരുത്. പിന്നെ ശിവ, നിനക്ക് ടാങ്കറിന്ന് വല്ലതും കിട്ടിയോ? ഇല്ല, തെളിവൊന്നും കിട്ടിയില്ല. ചിലപ്പോ അയാള് വേറെ എവിടെയെങ്കിലും ഒളിപ്പിച്ചു കാണും. വേണ്ട, എന്റെ കയ്യിൽ തെളിവുകളില്ലാതെ ഞാൻ ആരും അറസ്റ്റ് ചെയ്യില്ല. ജോക്കറിന്റെ വേഷം ധരിച്ച് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടാവല്ലോ. അവനൊരു ജോക്കർ ആണെന്നുള്ളത് എന്താ ഉറപ്പുള്ളത്? ശിവ, നിനക്കെന്താ സംശയം തോന്നിയത്? ആ സർക്കസിലുള്ള ജോക്കർ അല്ല കള്ളനെന്ന്? അതെന്താ അങ്ങനെ തോന്നാൻ? കാരണം ഞാൻ അയാളുടെ ടെന്റ് പരിശോധിക്കാൻ പോയപ്പോ അയാൾ ഷോ ചെയ്യുകയായിരുന്നു. അയാൾ വരുന്ന സമയത്ത് ഞാൻ ഒളിച്ചു നോക്കിയപ്പോൾ അയാൾ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും പുറത്തേക്ക് പോയി. പക്ഷെ ഞാൻ അയാളുടെ മുഖം ശരിക്കും കണ്ടില്ല. യെസ്, അയാൾ അങ്ങനെ ഷോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ടെന്റിനകത്ത് വന്നിട്ട് എന്തിനാ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് പുറത്തേക്ക് പോയത്? പെട്ടെന്ന് അയാൾ ജോക്കറിന്റെ ഡ്രസ് ഇട്ടിട്ട് വരികയും ചെയ്തു. എനിക്ക് തോന്നുന്നു ചിലപ്പോ അത് ഏലിയൻ കള്ളനായിരിക്കും. ഇവിടെ നിനക്ക് എപ്പോ നോക്കിയാലും ഏലിയന്റെ വിചാരേ ഉള്ളൂ. ഞാനിപ്പോ ആലോചിക്കാണ്, നമുക്ക് ആ വാലിയുടെ അടുത്ത് ചെന്ന് ഒന്ന് അന്വേഷിച്ചാലോ? ചിലപ്പോ അവിടെ തെളിവ് കിട്ടാതിരിക്കില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ലഡ്ഡു സിംഗ് സാറിനെയും വിളിക്കാം. യെസ്, തെളിവ് കണ്ടുപിടിക്കാൻ ഞാൻ ഭയങ്കര മിടുക്കനാ. അതായത് ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തില് എല്ലാരും പോയോ? ഇതെന്താ ഇങ്ങനെ? ശിവ, നീ എവിടെയാണ്? ഞാൻ ഇവിടെയുണ്ട്. സാർ, താഴെ നോക്കൂ. നീ എങ്ങനെ അവിടെ എത്തിപ്പെട്ടത്? നിങ്ങളുടെ അടുത്തായിട്ട് ഇറക്കത്തിൽ ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട്. അതിൽ കൂടി ഇങ്ങോട്ട് പോന്നേക്കൂ. ശരി, വാ
പോവാം. ഓക്കെ സാർ. പെടറാം, പെടറാം. ഒന്ന് പതുക്കെ ഓടിക്ക്, പതുക്കെ ഓടിക്ക്. നീ എങ്ങോട്ടേക്ക് പോണത്? ആ! അടിപൊളി ലഡു സിംഗ് സാറേ, എന്തൊരു ഡ്രൈവിംഗ് ആയിരുന്നു. അതിന് ഞാൻ ഓടിച്ചില്ലല്ലോ, പേടാറാമല്ലേ ബൈക്ക് ഓടിച്ചത്. താങ്ക് യു. എന്നെ വീഴ്ത്തിട്ട് ഇന്ന് താങ്ക് യു പറയാണോ? ഇത്രയും വേഗത്തില് വണ്ടി ഓടിക്കാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും സംഭവിച്ചാലോ? സാരല്ല, അതൊക്കെ പോട്ടെ. വരൂ സാർ, ഇവിടെയാണ് ആ കള്ളൻ ലാൻഡ് ചെയ്തത്. നമുക്ക് ഇവിടെ ഒന്ന് അന്വേഷിച്ചു നോക്കാം. ചിലപ്പോ അയാളുടെ എന്തെങ്കിലും സാധനം വീണിട്ടുണ്ടെങ്കിലോ. ശിവ വന്നേ. ഇത് ആരുടെ കണ്ണട പൊട്ടിയതാ. അപ്പൊ കണ്ണട പൊട്ടിയ ആള് തീർച്ചയായിട്ടും അയാളുടെ കണ്ണട ശരിയാക്കാൻ ഒരു കണ്ണാടി കടയിൽ പോവാതിരിക്കില്ല. ഞങ്ങൾ എല്ലാ കണ്ണാടി കടയിലും ശ്രദ്ധിക്കാം. ഏതെങ്കിലും ഒരു കടയിൽ അയാൾ വരാതിരിക്കില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ എല്ലാ ഓപ്റ്റിക്കൽ ഷോപ്പിലും അന്വേഷിക്കാൻ പറയാം. എല്ലാ കണ്ണാടി കടയും വേണ്ട, വണ്ടി വേദാസ് ഓപ്റ്റിക്കൽസ് വേണം നോക്കാനായിട്ട്. അതായത് നമ്മുടെ വേദ നഗരത്തിൽ മാത്രമാണ് ഒരു ദിവസം കൊണ്ട് കണ്ണട മുഴുവനും ചെയ്തു കൊടുക്കുന്നത്. സർക്കസ്കാർ ഇവിടെ ഇരിക്കുന്ന അവസാനത്തെ ദിവസമല്ലേന്ന്. ആ കള്ളന് എന്തായാലും കണ്ണടയുടെ ആവശ്യം ഇന്ന് വരാതിരിക്കില്ല. തീർച്ചയായിട്ടും വേദാസ് ഓപ്റ്റിക്കൽസിൽ അയാളുണ്ടാവും. You are under arrest. നിനക്ക് ശരിക്കും എന്നെ കുറിച്ച് അറിയില്ല. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഒരു കള്ളൻ മോഷ്ടിക്കാൻ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടേ പോണ്? എടോ, ഡയലോഗ് മുഴുവൻ കേട്ടിട്ട് പോ. ടെറസിലിരുന്ന് ചായ കുടിക്കാൻ നല്ല സുഖമല്ലേ മുത്തേ? ടെറസിലൂടെ സൈക്കിൾ ഓടിച്ച് കളിക്കാൻ പുതിയ വല്ല നിയമം തുടങ്ങിയോ? എന്റെ തുണികൾ! ഏയ്, എന്റെ തുണികൾ! പെടറാം, എന്തായി കാണിക്കുന്നേ? ഒന്ന് പതുക്കെ ഓടിക്ക്. പെടറാം. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു, കള്ളൻ ജോക്കർ അല്ല വേറെ ആരോ ആണെന്ന്. ജോക്കറെ ഡ്രസ് ഇട്ടിട്ട് താൻ മോഷ്ടിക്കായിരുന്നു. കാരണം തന്നെ ആരും സംശയിക്കാതിരിക്കാൻ. അഥവാ പിടിക്കപ്പെട്ടാൽ അവര് ജോക്കറെ പിടിക്കൂ. കുട്ടി മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ നിന്റെ പൊടി പോലും ഉണ്ടാവില്ല. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ,
ശിവ എന്നാണ് എന്റെ പേര്. അനങ്ങല്ലേ, അനങ്ങാതെ അവിടെ തന്നെ നിൽക്ക്. അനങ്ങരുതെന്നോ? നല്ല അഭിപ്രായം തന്നെ. ദേഹത്തിന്റെ ഓരോ എല്ലും അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടാണ് നീ പറയുന്നത് അനങ്ങരുതെന്ന്. ഐ. ലഡു സിംഗ് സാർ, ഇങ്ങോട്ട് വേഗം പോ. എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കല്ലേ. പോലീസിനെ കടിക്കുന്നത് നിയമവിരുദ്ധമാണ്. അങ്കിൾ, ഹലോ. ഇനി ഒളിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. അങ്കിൾ, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അങ്കിൾ, മര്യാദക്ക് മുകളിലേക്ക് കയറിക്കോ. ഇവിടുന്ന് താഴെ വീണാൽ ഒരു പൊടി പോലും കിട്ടില്ല. എന്റെ വയറ്.
ഇത് കുട്ടിയല്ല, ഇത് കുട്ടിയുടെ വേഷത്തിൽ വേറെ ആരോ ആണ്. ഇത് കുട്ടിയല്ല. ഇവന്റെ മാസ്ക് അയച്ചു കഴിഞ്ഞാ ഇവൻ വലിയൊരാളായി മാറും. You are under arrest. ശിവ, നീ ഈ സൂര്യയെ പിടിക്കാൻ സഹായിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇവനൊരുത്തൻ കാരണം സർക്കസുകാരുടെ പേര് ചീത്തയായേനെ. താങ്ക് യു ശിവ. 3 cheers for Shiva.